അധാർമികമായ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയ്ക്ക് ഒരു വിഷമായി ചന്ദ്ര പറഞ്ഞു, കാര്യക്കേശിയുടെ ഭർത്താവല്ലേ, ആ ബിന്ദുകന് മോക്ഷം കൊടുക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. പാർവതീദേവി പറഞ്ഞു, പർവ്വതനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ബിന്ദുകന്, കാട്ടിൽ അലഞ്ഞു നടക്കുന്നതായ ബിന്ദുകനെ എങ്ങനെയെങ്കിലും ശിവപുരാണം കേൾപ്പിക്കും. അങ്ങനെ പർവ്വതൻ ബിന്ദുകനെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തി ശിവപുരാണത്തെ കേൾപ്പിക്കുകയും ആ ശിവപുരാണം ശ്രദ്ധയോടുകൂടി കേട്ടതിന്റെ ഫലമായിട്ട് സർവ പാപങ്ങളും തീർന്ന് ബിന്ദുകനും കൈലാസത്തിൽ വന്ന് ശിവസേവയ്ക്ക് തയ്യാറായ ശിവസേവകനായിട്ട് മാറി. ഇങ്ങനെയാണ് നമുക്ക് മഹാത്മ്യത്തിലെ കഥ പറയുന്നത്. ശിവപുരാണം കേട്ടാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അനവധി ഗുണങ്ങളുണ്ട്. പല വ്യക്തികൾക്കും ജീവിതത്തിൽ അനവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ഇവിടെ ആത്മഹത്യ ചെയ്യുക എന്നതല്ല വേണ്ടത്, പകരം ആത്മഹത്യക്ക് കാരണമായിരിക്കുന്ന വിഷയങ്ങളെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണ് സന്ധ്യാദേവി ചന്ദ്രഭാഗക്കരയില് ആ നദിയുടെ തീരത്ത് തപസ് ആരംഭിച്ചു. മഹാദേവൻ വസിഷ്ഠനെ വിളിച്ചു പറഞ്ഞു, ശിവാരാധന സന്ധ്യാദേവിക്ക് അറിയില്ല, നീ പറഞ്ഞു കൊടുക്കണം. പക്ഷെ നീ ഈ വേഷത്തിന് പോകരുത്. കാരണം എന്താണ്? അന്ന് സന്ധ്യാദേവിയോട് കാമഭാവത്തിന് നോക്കിയവരിൽ സഹോദരന്മാരുണ്ട്, അങ്ങോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഷം മാറി സന്ധ്യാദേവി ഉപദേശിക്കണമെന്ന് പറഞ്ഞു. വസിഷ്ഠൻ ബ്രഹ്മചാരി വേഷത്തിൽ ചെന്ന് സന്ധ്യാദേവിയെ ഉപദേശിച്ചു, ശിവാരാധനകളെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മഹാദേവൻ സന്ധ്യാദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യാദേവി പറഞ്ഞു, ഞാൻ ജനിച്ച സമയത്ത് തന്നെ സഹോദരന്മാരോടും അച്ഛനോടും കാമഭാവമുണ്ടായി. ഇനി അങ്ങനെ ഒരു കാമഭാവം കുട്ടികൾക്കുണ്ടാവരുത്, അതൊരു നിയമമായിട്ട് വരണം എന്നും സൂചിപ്പിച്ചു. കാമഭാവം യൗവനാരംഭത്തിൽ മാത്രമേ ഉണ്ടാകാൻ പാടൂ എന്നും ഇതാ അനുമതി ചോദിച്ചു. തന്റെ സമ്മതമില്ലാതെ കണ്ട് തന്നെ കാമഭാവത്തോടുകൂടി നോക്കുന്നവന്റെ കണ്ണ് ഇതാ നശിച്ചു പോണം എന്നും സന്ധ്യാദേവി വരം മേടിച്ചു എന്നാണ്. അങ്ങനെ വരം മേടിച്ചിട്ട് പറഞ്ഞു, ഇനി ഈ ശരീരത്തോടു കൂടി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഈ ശരീരം മാറി മറ്റൊരു ശരീരം എനിക്ക് വേണം. പിന്നെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ വിവാഹം കഴിക്കണം